Yes, I am Dr. Ali, അലിയരും ബ്രാസ് ക്ലിനിക് മേലാറ്റൂർ. നമ്മളെല്ലാവരും ആവശ്യപ്പെടാറുണ്ട്, എന്റെ പല്ലുകളെല്ലാം പൊട്ടിപ്പോയല്ലോ, ഇനി വേരുകൾ മാത്രമുള്ളല്ലോ, എങ്ങനെ ഞാനൊരു ക്രൗൺ വെക്കും എന്നുള്ളത്, എങ്ങനെ ഞാനൊരു ക്യാപ്പ് ചെയ്യും എന്നുള്ളത്. നിരാശപ്പെടേണ്ട. ക്രൗൺ ലെങ്തനിങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയേഴ്സിലൂടെ നമുക്ക് പൊട്ടിപ്പോയ ഏത് പല്ലുകളുടെ മുകളിലും നമുക്ക് കവർ വെക്കാൻ സാധിക്കും, നമുക്ക് ബ്രിഡ്ജ് ചെയ്യാൻ സാധിക്കും, വെപ്പ് പല്ല് വെക്കാൻ പറ്റും. ഞാന് ഇതിനകത്ത് പറയുന്ന ഒരു വീഡിയോയിലോട്ട് നിങ്ങളെ ശ്രദ്ധിക്കുകയാണ്. ഈ വീഡിയോയില് ഈ പ്രൊസീജിയേഴ്സ് ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളായ പ്രൊസീജിയേഴ്സ് ആണ്. ഇതാരും പേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ക്ലിനിക്കിൽ ചെയ്യാവുന്ന പ്രൊസീജിയേഴ്സ് ആണ്. അതുകൊണ്ട് ഒരാളെ പല്ല് പൊട്ടിപ്പോയി എന്നതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട. നമുക്ക് ആർക്കും എന്ത് ചെയ്യാം, നമുക്ക് പല്ല് വെക്കാം. അപ്പോൾ നിങ്ങളുടെ വീഡിയോയിലോട്ട് ശ്രദ്ധിക്കൂ. വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് എങ്ങനെയാണ് ഈ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതെന്ന്. ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഓൾറെഡി നമ്മൾ പൊട്ടിപ്പോയ പല്ലുകളാണ്. ഇതെല്ലാം റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, റൂട്ട് പോർഷൻ, അതായത് പല്ലിന്റെ വേരിന്റെ വശം എന്ത് സംഭവിക്കുന്നു, എല്ലിന്റെ ഉള്ളിലാണ്. അപ്പൊ ഈ മോണയുടെ പോർഷൻ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ ആൽവിയോളാർ ബോണ് അവിടെ നിന്ന് പതിയെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യണം. ആ റിമൂവ് ചെയ്യാൻ നമുക്ക് ഇതുപോലത്തെ മെഷീൻസ് തന്നെ ഉപയോഗിക്കാം. ഇത് വേദനിക്കുന്ന പ്രൊസീജിയേഴ്സും അല്ല, നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് തരിപ്പിച്ചിട്ട് അനസ്തേഷ്യയിലൂടെ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ്. വളരെ സിമ്പിൾ പ്രൊസീജിയേഴ്സ് ആണ്. കാരണം ഏതൊരു പൊട്ടിപ്പോയ പല്ലുകൊണ്ടും ഇനി എന്ത് ചെയ്യണ്ട, നമ്മൾ നിരാശപ്പെടണ്ട, നമുക്ക് പല്ല് വെക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ഒരു പ്രൊസീജിയേഴ്സ് ചെയ്ത് നോക്കൂ. ഈ പല്ലിന്റെ വേരിന്റെ വലിപ്പം വലുതായി കണ്ടോ, സപ്പോർട്ടിംഗ് ടിഷ്യൂ. ഓൾറെഡി ഇതിന്റെ മുന്നിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. അപ്പൊ ഈ കവർ ചെയ്യുന്ന ഈ പോർഷൻസ്, ആ കവർ ചെയ്യുന്ന പോർഷൻസിന്റെ സപ്പോർട്ട് അത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ട ഒരു ഉദ്ദേശം. ഈ ക്രൗൺ ലെങ്തനിങ് എന്ന് പറയുന്ന പ്രൊസീജിയേഴ്സിന്റെ കാര്യം, ഇറ്റ് ഇസ് എ വെരി സിമ്പിൾ ടെക്നിക്. അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. നോക്കൂ, വലുതായി വരുന്നത് കണ്ടോ, നിലവിലുള്ള റോഡ്. കാരണം സാധാരണ ക്രൗണിന്റെ റൂൾ എന്താന്ന് വെച്ചാൽ, മുന്നിലെ പല്ലുകൾക്ക് നമുക്ക് ഈ ലെന്തിന്റെ റൂട്ടിന്റെ സപ്പോർട്ട് നമുക്ക് 6 mm വേണമെന്നും പുറകിൽ അത് 4 mm വേണമെന്നുള്ളതാണ്. അപ്പൊ ഇതില്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ പ്രൊസീജിയേഴ്സ് ആണ് ഇത്. അപ്പോ ഇതൊരിക്കലും പ്രയാസപ്പെടേണ്ട. ഈ 3 പല്ലിന്റെ മുകളിലാണ് ഇത് ചെയ്യുന്നത്. ഒരിക്കലും രക്തം പൊടിയുന്ന പ്രൊസീജിയേഴ്സോ കാര്യങ്ങളോ അല്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് ധരിപ്പിക്കുക മാത്രമേ നമുക്ക് ഇതിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ ഈ പ്രൊസീജിയേഴ്സിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പല്ല് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ വൺസ് സപ്പോർട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന്റെ മോണ ഒന്ന് റൈൽ ആവുന്ന വരെ, ഒന്ന് കറക്റ്റ് ആവുന്ന വരെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് അളവെടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ആ വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ, നമ്മൾ അളവെടുത്തിട്ട് മാർജിൻസ് കറക്ഷൻ ആയതിനു ശേഷം വേണം നമ്മൾ ഈ ഭാഗം നമ്മൾ അളവെടുത്തിട്ട് എന്ത് ചെയ്യണത്, നമ്മൾ പല്ലിന് അളവെടുത്ത് നമ്മൾ ഇംപ്രഷന് വേണ്ടി, പല്ലിന് വേണ്ടി കൊടുക്കുന്നത്. ആ സമയം വരെ നമ്മൾ ഇതിന്റെ മേളിൽ ഒരു ടെമ്പററി ക്രൗൺ ഉണ്ടാവും. ടെമ്പററി ക്രൗൺ താൽക്കാലികമായി വെക്കുന്ന ക്രൗൺ. ഈ ക്രൗൺ കൊണ്ടുള്ള ഉദ്ദേശം, നമുക്ക് ഓൾറെഡി ഇതിന്റെ മാർജിൻസ് എല്ലാം ഹീലിംഗ് ആയി ഉണങ്ങി എന്ന് ഉറപ്പുവരുത്തുകയാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. അപ്പൊ താങ്ക് യു. ഡോക്ടർ അലി, അലിയരും ബ്രാസ് ക്ലിനിക് .com. താങ്ക് യു.